ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഫോക്കസ് ആക്സിസ് ഓഫ് ദ പരാബോള, ഇക്വേഷൻ ഓഫ് ദ ഡയറക്ട്രിക്സ് ആൻഡ് ദ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ഓഫ് ദ പരാബോള y² = -8x. ഇവിടുത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. y² = -8x ആണ്. ഇതിൻ്റെ ഫോക്കസ്, ആക്സിസ്, ഡയറക്ട്രിക്സ്, ലാറ്റസ് റെക്റ്റം എല്ലാം കാണാം. നമുക്ക് തന്നിരിക്കുന്ന പരാബോള y² = -8x ആണ്. നമുക്കിതിനെങ്ങനെ എഴുതാം? -8നെ -4 × 2 × x എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. -4 × 2 ചെയ്താൽ -8 തന്നെയല്ലേ. മൈനസ് പുറത്ത് തന്നെ കീപ്പ് ചെയ്യണം കേട്ടോ. ചിലരറിയാതെ 4 × -2 എന്ന് എഴുതി വെക്കാറുണ്ട്. അങ്ങനെ എഴുതാൻ പാടില്ല. മൈനസ് സൈൻ എപ്പോഴും പുറത്ത് തന്നെ കീപ്പ് ചെയ്യുക. ബ്രാക്കറ്റിനുള്ളിൽ മൈനസ് ഇടരുത്. അതൊന്ന് ശ്രദ്ധിക്കണേ. y² = -4 × 2 × x. ഇത് ഏത് ഫോമാണെന്ന് മനസ്സിലായോ? ഇത് y² = -4ax ഫോമിലാണ് ഈ പരാബോള വന്നിരിക്കുന്നത്. നമ്മൾ പഠിച്ച ടൈപ്പുകൾ ഓർമ്മയുണ്ടല്ലോ. y² = -4ax. കമ്പയർ ചെയ്യുമ്പോഴേ a = 2 അല്ലേ. മൈനസ് എപ്പോഴും പുറത്താണ്. ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. എയുടെ സ്ഥാനത്ത് 2 ആണ്. അപ്പോൾ a = 2 കിട്ടി. ശരിയല്ലേ? a = 2 കിട്ടി. അപ്പോൾ ഇത് y² = -4ax ആണ് അല്ലേ. നമുക്കപ്പോൾ പരാബോള റഫായിട്ടൊന്ന് വരച്ചാലോ. y² = -4ax എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലോട്ട് വരുന്ന പരാബോളയാണ്. ഓർമ്മയുണ്ടല്ലോ. y² = -4ax എന്ന് പറഞ്ഞാൽ ടൈപ്പ് 2 പരാബോള, ലെഫ്റ്റ് സൈഡാണത്. ഇങ്ങനെ വരും. ഇതിനുള്ളിലായിട്ടാണ് ആര് ഫോക്കസ് ഇരിക്കുന്നത്. ഇത് ഒറിജിനാണ്. ഒറിജിനിൽ നിന്ന് ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഈ 2 എന്ന് പറയുന്നത്. ഇതിൻ്റെ നേരെ അപ്പുറത്തെ സൈഡിലായിട്ട് ആരുണ്ട്? ഡയറക്ട്രിക്സ് ഉണ്ട്. അതും ഡിസ്റ്റൻസ് അകലെ തന്നെയാണ്. നമുക്ക് ഫോക്കസ്, ആക്സിസ് എല്ലാം കണ്ടുപിടിക്കണം. ഫോക്കസ് ഓഫ് ദ പരാബോള. ഈ ഫോക്കസ് എക്സ് ആക്സിസിലല്ലേ വന്നിരിക്കുന്നത്. എക്സ് ആക്സിലുള്ള പോയിൻ്റ് ആയതുകൊണ്ട് എക്സ് കോർഡിനേറ്റ് ഉണ്ടാവുള്ളൂ. ഒറിജിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഫോക്കസ് അല്ലേ. ഒറിജിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്. ലെഫ്റ്റ് സൈഡിലാവുമ്പോൾ -2 എന്ന് വേണം എഴുതാനായിട്ട്. -2, 0. ഈ 2 എന്ന് എഴുതിയത് ഞാൻ പറഞ്ഞ ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് കോർഡിനേറ്റ് എഴുതുമ്പോൾ സൈനും കൂടി നോക്കണമല്ലോ. ഒറിജിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് 2 യൂണിറ്റ് ലെഫ്റ്റിലോട്ട് പോയാൽ എഫിൻ്റെ കോർഡിനേറ്റ് -2, 0 എന്ന് എഴുതണം. എക്സ് ആക്സിസിലായതുകൊണ്ടാണ് 0 y കോർഡിനേറ്റ് 0 വന്നത്. ഇനി ആക്സിസ്, എക്സ് ആക്സിസ്. ഫോക്കസ് എവിടെയാണുള്ളത് അതാണ് പരാബോളയുടെ ആക്സിസ്. ഇനി ഏതാ വേണ്ടത്? ഡയറക്ട്രിക്സ് അല്ലേ. ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ. ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ ഈ വെർട്ടിക്കൽ ലൈനാണ്. അതെങ്ങനെയാണ് കാണണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ പോയിൻ്റ് ഒന്ന് ശ്രദ്ധിച്ച്. ഈ പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് 2 ആണെന്ന് പറയുന്നതുകൊണ്ട് തെറ്റിയില്ലല്ലോ. ഈ പോയിൻ്റ് അല്ലേ വെർട്ടിക്കൽ ലൈനാണ്. ഹാവിങ് എക്സ് കോർഡിനേറ്റ് 2 ആണ്, +2 ആണ്. എക്സ് കോർഡിനേറ്റ് 2 ആവുന്ന ഒരു ലൈനാണ് ഈ കാണുന്നത്. ദാറ്റ് ഈസ് ഇക്വേഷൻ ഓഫ് ദ ഡയറക്ട്രിക്സ്. ആ കട്ട് ചെയ്യുന്ന പോയിൻ്റ് നോക്കുക. അതെടുത്ത് ഇങ്ങോട്ട് എഴുതിയ ഇക്വേഷൻ ആയിക്കഴിഞ്ഞു. ഡയറക്ട്രിക്സ് ഇറ്റ് ഈസ് എ ലൈൻ ഹാവിങ് എക്സ് കോർഡിനേറ്റ് 2. അപ്പോൾ x = 2 ആണ് ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ. ഇത് വേണമെങ്കിൽ 2 ലെഫ്റ്റിലോട്ട് എടുക്കുകയാണെങ്കിൽ x - 2 0 എന്ന് എഴുതാം വേണമെങ്കിൽ. ഇനി ആരാ ഉള്ളത്? ഇനി ലാറ്റസ് റെക്റ്റം ഉള്ളൂ. ലാറ്റസ് റെക്റ്റം 4a ആണെന്ന് നമുക്കറിയാം. ലാറ്റസ് റെക്റ്റം 4a ആണ്. 4 × a 2 ആണല്ലോ. 4 × 2 ദാറ്റ് ഈസ് 8. എല്ലാ ഡീറ്റെയിൽസും ആയിട്ടുണ്ട്.